ഒരു 9ാം ക്ലാസ്സുകാരിക്ക് കുടുംബം പുലർത്തുവാൻ പറ്റുമോ? പറ്റുമെന്ന് മാത്രവുമല്ല, പഠനത്തിലും അവൾ തൻ്റെ മികവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോട്ടയം ഒളശ്ശ സ്വദേശിനി ആവണിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. കളിച്ചുല്ലസിച്ച് നടക്കേണ്ട പ്രായത്തിൽ ആവണി ഒരൽപ്പം സീരിയസ് ആണ്. കൂട്ടുകാരുമൊത്ത് കളിച്ചിരുന്നാൽ വീട്ടിൽ അടുപ്പ് പുകയില്ല. സ്വന്തമായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത കാഴ്ച പരിമിതിയുള്ള അച്ഛനെ ലോട്ടറി വിൽക്കാൻ കൊണ്ടുപോകണം. തട്ടിപ്പുകാർ പണം കൊടുക്കാതെ ടിക്കറ്റ് വാങ്ങി മുങ്ങാതിരിക്കാൻ ജാഗ്രതയോടെ അച്ഛനൊപ്പം നിൽക്കണം. പിന്നെ പഠിക്കാൻ പോകണം. എല്ലാം ശരിയാക്കാൻ കുഞ്ഞുകാലുകൾക്ക് വേഗം കൂടും. അച്ഛനും അമ്മയും ലോട്ടറി വിറ്റാണ് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അവിടുന്ന് പോയപ്പോൾ ഞാനും സഹായിക്കും. അവധിയുള്ള ദിവസങ്ങളെല്ലാം അച്ഛൻ്റെ കൂടെ വരും. സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ബസ്സിൽ പോകും. നടക്കാനാകില്ലെങ്കിലും കാഴ്ചയില്ലെങ്കിലും തന്റെ പെൺമക്കൾ തനിക്കിതെല്ലാമാണെന്ന് ഈ അച്ഛന് ഉറപ്പുണ്ട്. ഞാൻ ലോട്ടറി രണ്ടുപേരും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രണ്ടുപേരും വീട്ടിലെ പണികളെല്ലാം ചെയ്ത് ഇനി അവണി എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവൾ സ്കൂളിൽ പോകും. വൈകുന്നേരം എണ്ണമെന്ന് കൊണ്ടുപോകും. അവധിയുള്ള ദിവസങ്ങളെല്ലാം എൻ്റെ കൂടെയുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല ആവണിക്ക്. നന്നായി പഠിക്കണം, ഡോക്ടറാകണം, അച്ഛനെ പോലെയുള്ളവരെ സൗജന്യമായി ചികിത്സിക്കണം. എനിക്ക് വലുതായിട്ട് ഡോക്ടർ ആവണം. എൻ്റെ അച്ഛനെ പോലുള്ളവരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കും. 14 വർഷമായി വീൽ ചെയറിലായ ഈ അച്ഛന് ഇനി പ്രതീക്ഷ ഈ പെൺമക്കളാണ്. ആവണി ഇങ്ങനെ ഈ ഉന്തുവണ്ടി ഉരുട്ടിക്കയറുന്നത് അവരുടെ സ്വപ്ന സാഫല്യത്തിനു കൂടിയാണ്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്നിരിക്കാതെ കുടുംബത്തിനു വേണ്ടി അവൾ ഇങ്ങനെ മാതൃകയാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.